SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യോഗം പ്രവർത്തകർ വെള്ളരിക്കുണ്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തി. SNDP യോഗം കാസർഗോഡ് യൂണിയൻ സെക്രട്ടറി ഗണേശൻ പാറക്കട്ട പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മുസ്ലിം ലീഗ് നേതാക്കൾ പച്ചക്ക് വർഗീയത പറഞ്ഞിട്ടും അത് ചോദ്യം ചെയ്യാതെ കിട്ടേണ്ട അവകാശങ്ങൾ ചോദിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന് SNDP യോഗം കാസർഗോഡ് യൂണിയൻ സെക്രട്ടറി ഗണേശൻ പാറക്കട്ട പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യോഗം പ്രവർത്തകർ വെള്ളരിക്കുണ്ടിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ നാട്ടിലെ സമൂഹത്തിനോട് ഒരു നഗ്ന സത്യമാണ് പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്തുള്ള മലബാറിലടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിലെ 4000-ൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് SNDP യോഗത്തിന് 320 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമാണ് ഉള്ളതെന്നുള്ള വിവേചനം അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ ചില ദൃശ്യമാധ്യമ ചാനലുകാർ അദ്ദേഹം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതി നാം കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ. അദ്ദേഹം ഈ സംസ്ഥാനത്ത് നടക്കുന്ന വിവേചനത്തിന്റെ ഓരോ കാര്യവും ഓർത്തു പറയുന്നത് നമ്മുടെ സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ചടങ്ങിൽ SNDP യോഗം വെള്ളരിക്കുണ്ട് യൂണിയൻ പ്രസിഡന്റ് TR സോമൻ അധ്യക്ഷത വഹിച്ചു. വെള്ളരിക്കുണ്ട് യൂണിയൻ സെക്രട്ടറി PR ശശിധരൻ സ്വാഗതം പറഞ്ഞു. പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.